ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ടെൻഷൻ പൂർവാധികം ശക്തിയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഡിപ്ലോമാറ്റിക്കായി സ്വീകരിച്ച നടപടികൾക്കപ്പുറത്ത് സൈനികമായ നടപടികളൊന്നും ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. അതേസമയം ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ത്യൻ കശ്മീരിൽ തുടരുന്നുണ്ട്. പാക് അധീന കശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ഇതുവരെ ലക്ഷ്യമാക്കിയിട്ടില്ല. സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകാനാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് സൈനികമായി? സൈനികമായിട്ടുള്ള നടപടികളെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഏത് സൈനിക നടപടിക്കും അതിൻ്റെ ഫണ്ടമെൻ്റൽ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സർപ്രൈസാണ്. അതായത് നമ്മളുടെ ശത്രു നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, എവിടെ ചെയ്യാൻ പോകുന്നു, എപ്പോൾ ചെയ്യാൻ പോകുന്നു എന്ന് ഊഹാഭോഗങ്ങൾ നിൽക്കുകയും അവർ വിചാരിക്കാത്തതുപോലെ എന്തെങ്കിലും സൈനിക പ്രവൃത്തി ചെയ്യുന്നതാണ് സർപ്രൈസ്. അത് നാം ഇവിടെ സ്റ്റുഡിയോയിലിരുന്നോ അല്ലെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ആകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തു പറഞ്ഞാലും അത് കേവലം ഊഹം മാത്രമായിരിക്കും. അത് എവിടെ ആയിരിക്കുന്നോ ചെയ്യുന്നതിൻ്റെ ആഘാതങ്ങളോ വ്യാപ്തിയോ അല്ലെങ്കിൽ അതിൻ്റെ തീഷ്ണതയോ ഇന്ന് എനിക്കോ താങ്കൾക്കോ ഊഹിക്കാൻ മാത്രമേ സാധിക്കൂ. പക്ഷേ ന്യൂസ് കേട്ടതനുസരിച്ച് അല്ലെങ്കിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരു സേനകളും തയ്യാറാണ്. ഈ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ്റെ സൈന്യം നീക്കങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം അവർ ഇത് മുൻകൂട്ടി കണ്ടു. അവരുടെ സ്റ്റേറ്റ് സ്പോൺസേഡ് ആണ്, അവർക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നടന്നതുപോലുള്ള ഡീപ്പ് സ്ട്രൈക്ക് അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ പുൽവാമയ്ക്ക് പകരം നമ്മൾ ബാലക്കോട്ടിൽ ചെയ്തുപോലുള്ള എയർ സ്ട്രൈക്ക്, ഇതെല്ലാം അവർ മുന്നിൽ കണ്ട് അതിനു വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ അവർ തീർച്ചയായും ഇതിനോടകം തന്നെ പാകിസ്ഥാൻ അധീന കശ്മീരിൽ നിന്ന് ഭീകര ക്യാമ്പുകളിൽ നിന്നുള്ള ഭീകരരെ മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും 10 ദിവസത്തേക്ക് അടച്ചു എന്നാണ് ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് POKയിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ട് സൈന്യവും മുഖാമുഖം നിന്നുള്ള പരമ്പരാഗത യുദ്ധത്തെക്കാൾ ഉപരിയായി വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള കൃത്യമായി ഈ ഭീകരരുടെ മടകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രിസിഷൻ സ്ട്രൈക്കാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യും എന്ന് അവർ ഊഹിക്കുന്നു. അവരതനുസരിച്ച് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു. പക്ഷേ അവർ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്നിടത്ത് നമ്മൾ അറ്റാക്ക് ചെയ്താൽ പിന്നെ സർപ്രൈസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് ആദ്യമേ നമ്മൾക്ക് ഊറിയിലെ സംഭവം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് പറഞ്ഞു ഈ ചെയ്ത ഭീകരന്മാർക്ക് മറുപടി കൊടുക്കും, ഇനി മേലിൽ അവർ ചെയ്യാതിരിക്കത്തക്കവണ്ണം മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് പുൽവാമയിലൊരു സംഭവം ഉണ്ടായി. അന്നും നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു തക്കതായ ശിക്ഷ കൊടുക്കും, ഇവരെ ഏതറ്റവും പോയി കണ്ടുപിടിക്കും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് പറയുകയും അതിനുശേഷം നമ്മൾ ബാലാക്കോട്ടിൽ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടും ടെററിസ്റ്റ് ആക്ടിവിറ്റി നിന്നിട്ടില്ല. ടെററിസ്റ്റ് താവളങ്ങൾ അവർ മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കാലിയായ സ്ഥലങ്ങളിൽ പോയി അടിച്ചുകൊണ്ട് എന്തെങ്കിലും സാധിക്കാൻ നിൽക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഈ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ച് സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മിലിറ്ററി പ്ലാനേഴ്സിന് പ്ലാൻ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു എന്നാണല്ലോ പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരത് ചെയ്യും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും നടക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും.